ഹേ അസ്സലാമലൈക്കും, ഞാൻ നല്ല റാഹത്തിലെ. സോ ഇന്ന് നമ്മളെ ഉച്ചക്കത്തെ ഭക്ഷണത്തിന് ഒരു മലയാളി വിളിച്ച്, അത് വീട്ടിൻ്റെ അടുത്ത് ആദ്യമായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത്, ഇതുവരെ കണ്ടിട്ടില്ല. പിന്നെ സംസാരിച്ചപ്പോൾ മനസ്സിലായ ആളെ നമ്മളെ വീട്ടിൻ്റെ അടുത്താണ്. പോയോക്കാം. ഈ പേജ് തുടങ്ങിയപ്പോൾ കിട്ടി കുറച്ച് സന്തോഷങ്ങൾ. ഇതൊക്കെ ഞാൻ ഒരു ദിവസം വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു മെസ്സേജ് തന്നു, ഹലോ തുർക്കിയിലാണോ? ഞാൻ പറഞ്ഞാൽ അതെ. അപ്പോൾ പറഞ്ഞ് ഞാനും കൂടിയാണ്, ഞാൻ 8 മാസം വന്നിട്ട് എനിക്ക് ഇതുവരെ ഒരു മലയാളീനെ അറിയില്ലെന്ന് പറഞ്ഞു. ഞാൻ ഭയങ്കര അത്ഭുതപ്പെട്ടു. അങ്ങനെ ആൾക്കാരുണ്ടല്ലേ ഇവിടെ എന്ന് വിചാരിച്ച്. അങ്ങനെ നമ്മൾ സംസാരിച്ച് കമ്പനി. അപ്പോൾ നമ്മൾ പ്ലാനിട്ട് ഇങ്ങനെ മീറ്റ് ചെയ്യണം കാര്യങ്ങളൊക്കെ. പക്ഷേ ഞാൻ എൻ്റെ അടുക്ക് ഖത്തറിൽ പോയപ്പം നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇന്നലെ അയാൾ വിളിച്ച് പറഞ്ഞു, എടാ നാളെ ഫുഡിനേക്ക് ഇങ്ങനെ എത്തിക്കുമെന്ന് പറഞ്ഞു. ആര് സംഭവം കിട്ടുന്നതന്നെ ഭയങ്കര മറ്റേ എടാ നാളെ ഫുഡിനേക്ക് എത്തിക്കുമെന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ, അത് ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ അയാൾ വിളിച്ച് ജുമാക്ക് അവിടെ എത്തി. ജുമാൻ കഴിഞ്ഞ് നേരെ അയാളെ വീട്ടിൽ പോയി. അവിടെ ഇരുന്ന് ഫുഡ് കഴിച്ച് അൽഹംദുലില്ലാ ഉഷാർ ഫുഡ്. അയാൾ ചില്ലി ചിക്കനും ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടായി തന്ന് റീയൂണിയൻ എന്നൊക്കെ പറയില്ല, ആ ഒരു ഫീൽ കിട്ടി. അങ്ങനെ ആൾ വൈഫ് തുർക്കിഷ്, അയാളിപ്പോൾ വന്നിട്ട് എത്ര മാസമായി കാണുള്ളൂ. നമ്മൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങാൻ നേരിച്ചു. അങ്ങനെ മാർക്കറ്റ് ഉണ്ട് വീട്ടിൻ്റെ മുന്നിൽ തന്നെ. മാർക്കറ്റിലൊക്കെ നടന്ന്, പക്ഷെ വേറൊരു സംഭവം എന്ന് വെച്ചാൽ ഇയാൾ എൻ്റെ വീട്ടിൻ്റെ അടുത്താണ്. ഇത് ഇത്രയും കാലമായിട്ട് എനിക്ക് അറിഞ്ഞൂടാ. ഒന്നയാൾ നമ്മളെ അടുത്തെല്ലാം വരുത്തുന്നുണ്ട്. പിന്നെ അയാൾ ലൊക്കേഷൻ അയച്ചപ്പോൾ ഞാനിങ്ങനെ ചുറ്റി എന്ന് പറഞ്ഞാൽ കുന്ന് കയറിയൊക്കെ പോയെ. പക്ഷേ അത് ഭയങ്കര ബുദ്ധിമുട്ട്. മീൻസ് നല്ല പൊരിഞ്ഞ വെയിലും വേർത്ത് കുളിച്ചിക്കുക. ഇങ്ങനെ കണ്ട് ഓരോ സാധനങ്ങൾ, പച്ചക്കറികൾ, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, പിന്നെ ഡ്രസ്സ്, സോക്സ്, അങ്ങനത്തെ എല്ലാ സംഭവങ്ങളുണ്ട്, ചെരുപ്പ് എല്ലാം ഉണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് എൻ്റെ നാട്ടിൽ കാണുന്നത്. ഞാൻ ഇതുവരെ ഈ ഒരു സംഭവം അറിഞ്ഞിട്ടില്ല. ഞാൻ ഇത്രയും കാലം ഇവിടെ ഉണ്ടായി. എൻ്റെ എത്തിയപ്പോൾ അവിടുന്ന് ഒരു കട്ടെടുത്ത് എൻ്റെ വീട്ടിൻ്റെ അടുത്തെത്തി. അപ്പോൾ ഞാൻ ഇത്രയും സിമ്പിളായിട്ട് വരെയെന്നില്ല എന്ന് വിചാരിച്ച് അങ്ങനെ കറക്കൊക്കെ കഴിഞ്ഞ് അയാളോട് സലാം പറഞ്ഞ് വിട്ട അവിടുന്ന്. ഭയങ്കര രസം കേട്ടോ. എല്ലാം ജസാക്കല്ല ഫുഡും കാര്യങ്ങളൊക്കെ തന്നെ.